അറിഞ്ഞില്ലേ ദാസാ, വെട്ടിക്കുന്നത്ത് വീണ്ടും പ്രശ്നം തുടങ്ങിയടോ. എടാ പാപ്യ, നിന്നോട് സാറ് പറഞ്ഞിട്ടില്ലേ ഇവിടെ വന്ന് ഒച്ചിമ്പാളം ഉണ്ടാക്കരുതെന്ന്? ഒരാസ്പത്രി അല്ലേ ഇത്? ഏത് ഇതോ? ചെങ്ങായി ഇടയ്ക്ക് എപ്പോഴെങ്കിലും കൊരയോ മറ്റേ ശ്വാസമുട്ടലായിട്ട് ഏതെങ്കിലും വയസ്സന്മാര് വരുന്ന ഇതാണ് ആശുപത്രി. എടാ, നല്ല കോണുള്ള രോഗി ഈ ആശുപത്രിയിലേക്ക് വരുന്നുണ്ടോ? പിന്നെ ആ ഡോക്ടർക്ക് ഭ്രാന്തുള്ളടുത്ത് ഇങ്ങനെ നടന്നു പൊളിക്ക് തുറക്കുക. ആ ഭ്രാന്തുള്ളതുകൊണ്ടാണ് ഞമ്മള് കഞ്ഞി കുടിച്ച് പോണത്. അത് മറക്കണ്ട കേട്ടോ. അതങ്ങനെ ഇങ്ങോട്ട് പോര്. അല്ല, ഈ വെട്ടിക്കുന്നത്ത് എന്താ പ്രശ്നം? അത് എനക്കറിയില്ല, ഞാൻ പുതിയ ആളല്ലേ. എടാ, കാജാ നൂർ മാലിക്കിന്റെ കവറ് കുഴിച്ചപ്പോളേ അവിടുന്ന് ശിവലിംഗം കിട്ടിയിത്രേ. ഇപ്പൊ രണ്ട് കൂട്ടരും കൂടി തല്ല കുറച്ച് ആൾക്കാർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധ്യത ഉണ്ട്. എന്തായാലും ഞാനേ ഇവിടെ ഒരാളും അനക്കൊക്കെ ഉണ്ടാവും. ഞാൻ ഡോക്ടറെ കണ്ടാട്ടെ. ആയിക്കോട്ടെ. ഡോക്ടറെ, അറിഞ്ഞില്ലേ നമ്മൾ എന്തിനും തയ്യാറായിട്ട് നിൽക്കേണ്ടി വരൂല്ലേ? അത്യാഹിതങ്ങളൊന്നും മാനേജ് ചെയ്യാനുള്ള ഫെസിലിറ്റി നമുക്കില്ലല്ലോ പാപ്പി. അതൊക്കെ അവർ ദേവമാതയിൽ കൊണ്ടുപോയിക്കോളൂ. ഡോക്ടറെ, വെട്ടിക്കുന്നതെന്ന് മെമ്പർ സതീശൻ വിളിച്ചിരുന്നു. അത്ര ക്രിട്ടിക്കൽ അല്ലാത്ത രണ്ടാളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞോളൂ. ആ ശരി. ഡോക്ടറെ, ആകെ കുട്ടിച്ചോറാകൂല്ലേ? അതൊക്കെ എന്നേ ആയിക്കഴിഞ്ഞു പാപ്പി. ഈ ചെറിയ കാര്യത്തിലൊന്നും മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മണ്ണ് പണിയുന്നവരല്ലേ. ഓഹോ, അത് കൊള്ളാലോ. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. എഴുന്നേൽക്കാൻ പോലും ആവാത്ത നീയാണോ ഇപ്പോൾ കൊല്ലാൻ നിൽക്കുന്നത്? കുറച്ച് ദിവസം ക്ഷമിക്കേ, അതല്ലേ നല്ലത്. നമുക്ക് നോക്കാം. സെഡേഷൻ കൊടുക്കൂ. ഞാനെവിടെയാ? നിങ്ങൾ കാത്തിരിക്കുന്ന സ്വർഗത്തിലൊന്നും ഏതായാലും ഇതുവരെ എത്തിയിട്ടില്ല. കൂടെയുള്ളവരൊക്കെ എത്താറായി എന്നാ കേട്ടത്. നിങ്ങളിപ്പോഴും ഭൂമിയിൽ തന്നെയാ, ഒരു ചെറിയ ഹോസ്പിറ്റലേ. പാപ്പി, എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ? ഡോക്ടർ സാറിനിപ്പോഴേ നല്ല നേരം പോക്കാ. കീരിയും പാമ്പുനെയല്ലേ അവിടെ താമസിപ്പിച്ച്. ഇനിയിപ്പോ പട്ടാളം പോലീസൊക്കെ അങ്ങോട്ടും വരേണ്ടി വരുവാ? വന്നോട്ടേന്ന്. ഞങ്ങൾ ഹോസ്പിറ്റൽ അങ്ങോട്ട് ഫേമസ് ആകണ. ഇനി ജോസേട്ടൻ എന്താ ആ ചെങ്ങായി വരണ്ട്. നിക്ക് 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 നിക്ക്. ഇന്ന് ബാക്കിലെ ആളായടാ. ഞാൻ പോകും കേട്ടോ. നീ നടന്നു പോര്, അതിനെന്താ കുഴപ്പം? ആ ചങ്ങാതി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ. ആന്ന്, ആ ചെങ്ങായി ആ സിസ്റ്ററെ വളയ്ക്കാൻ വേണ്ടി വരിക. അതും പോയി. നായ്ക്കള്, ഇനി ഞാൻ അതുവരെ നടക്കണം. ജീവൻ വേണം. ഞാൻ എണീക്കണ മുന്നേ സ്ഥലം വിട്ടറാ നായ. അതിന് നീ അവിടുന്ന് എഴുന്നേറ്റിട്ട് വേണ്ടടാ. നിന്റെ കൂട്ടുകാരനെ ഞാൻ കുത്തി വീഴ്ചത് കണ്ടതല്ലടാ. ഇനി നീ അവിടുന്ന് എഴുന്നേറ്റ അന്നേനക്കും കിട്ടും മരണക്കുത്ത്. നിന്റെ കൂട്ടുകാരപ്പ ജീവനോടുണ്ടെന്ന് പോയി അന്വേഷിക്കാൻ പന്നി. അമ്മാരി കുത്താ ഞാൻ അവനെ കുത്തിയത്. ഒന്ന് മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ രണ്ടുപേരും? ഇവനെ വേഗം വേറെ വാർഡിലേക്ക് മാറ്റിക്കോ, ഇല്ലെങ്കിൽ ഇവിടെ കൊല്ലും ഞാൻ. ഞാൻ പറഞ്ഞില്ലേ, ഇത് ചെറിയൊരു ആശുപത്രിയാ. ഇവിടെ എത്രയൊക്കെ സൗകര്യമുള്ളൂ. അത് നന്നായി. ഇവനിപ്പന്റെ കണ്ണിന്റെ മുന്നിലുണ്ടല്ലോ, അല്ലെങ്കിൽ അവൻ രക്ഷപ്പെട്ടാനെ. എടാ അതിന് അതെ,
രണ്ടുപേരോടായിട്ടൊരു കാര്യം ഞാൻ പറയാം. ഇവിടുന്ന് പൂർണ്ണ സുഖമായിട്ട് പുറത്തു പോകുന്നവരെ ഈ വീരവാദങ്ങളൊക്കെ നിർത്തി ഞാൻ പറയുന്ന അനുസരിച്ച് ഒതുങ്ങിക്കഴിയാമെങ്കിൽ മാത്രമേ ഞാൻ ഈ ചികിത്സ തുടരുള്ളൂ. ചികിത്സിക്കണ്ട, എന്നെ വേറെ ഏതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റിക്കോ. ആര് മാറ്റുന്നു? നിങ്ങളിവിടെ കൊണ്ടുവന്നതേ നിങ്ങളുടെ ആൾക്കാരോ നിങ്ങളുടെ ദൈവങ്ങളോ അല്ല, കുറച്ച് സന്നദ്ധ പ്രവർത്തകരാ. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. സോറി. ആവോ, ആശ്വാസായി. ഏ? ഒന്നുമില്ല, അയ്യോ ഉറങ്ങിക്കോ. ദാസാ, അനക്കല്ല ആശ്വാസം, നമ്മളെ ഡോക്ടർക്ക്. ആ റൂമിലുള്ള രണ്ടെണ്ണം ഉണ്ടല്ലോ, ഓരിഞ്ഞ് പുറത്തിറങ്ങണ വരെ തല്ലുണ്ടാക്കൂലെന്ന് ഡോക്ടർക്ക് വാക്ക് കൊടുത്തത്. വാരാന്തിക്ക് ഇറങ്ങിയ കൊല്ലുന്നാണ് വീരവാദം. കൊല്ലട്ടെ, ഇനി ഏറി വന്ന ഒരാഴ്ച കൂടി ഉണ്ടാവൂലേ. ഇങ്ങനെയുള്ളവരൊക്കെ ചാകാണ് നല്ലതേ. ആ വെട്ടും കൊത്തും എത്രങ്ങാനും നല്ല നല്ല മലയുടെ മനുഷ്യന്മാരുടെ മുകളിൽ. പെട്ടെന്ന് മരിച്ചു കൂടും. ഇതിറ്റുങ്ങൾക്ക് എന്താവും ഇങ്ങനെ? സിസ്റ്റർ, എന്താ? അയാളെ ചോര തിരിച്ചു തന്നെ കണ്ടില്ലേ? ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ഓ, അതിനിപ്പോ എന്താ? നിങ്ങൾ എന്തായാലും തമ്മിൽ തല്ലി ചാവാൻ പോകുന്ന ആൾക്കാരല്ലേ? അത് വെച്ചിട്ട് ഒരു ഉത്തരവാദിത്തം വേണ്ടേ? ഒരു ഹോസ്പിറ്റലിൽ ഒന്നില്ലെങ്കിലും. എടാ, നിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അതെ, വലിയ പുന്നാര വർത്താനൊന്നും വേണ്ട. ശത്രു ശത്രു അത്രേ ഉള്ളൂ. ഓക്കെ, ഒന്നുമില്ല ഏട്ടാ, കുഴപ്പമില്ല. ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. ഇവനേതാ? അവനോ? അത് നമ്മുടെ അടിവാരത്തുള്ള പയ്യനാ. ഞാനറിയാം എന്താ. അവിടെ പ്രശ്നം നടക്കുമ്പോഴേ അവനെ തലയ്ക്ക് നല്ല അടി കൊണ്ടു. ചെവിയും കേൾക്കില്ല, സംസാരിക്കാനും പറ്റില്ല. ശരിയായി വരണല്ലോ. അവര് നമ്മളെ ആൾക്കാർക്ക് കുറച്ചധികം പണി തന്നിട്ടുണ്ട്. സാരില്ല, നമുക്ക് അടുത്ത പണി കൊടുക്കാം. എല്ലാം ശരിയായിക്കോളും. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പണിയുണ്ട് നമുക്ക്. ഓക്കെ, റെസ്റ്റ് എടുക്കും. നീയല്ലേ പറഞ്ഞവന് ചെവി കേൾക്കില്ലാന്ന്? അല്ല, അത് ഈ ചെവിയുടെ ഒരു ഇത് അങ്ങനെ വന്നപ്പോ. ബെഡ് കിടക്കണ രോഗിക്ക് ചെവി കേട്ടു തുടങ്ങി. നിങ്ങൾ വന്നത് ഒരു ശുഭലക്ഷണം കേട്ടോ. എടാ ഗോപിയെ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ വഴിക്ക് വരണട്ടോ നിങ്ങള്. ആ ശരി. ഓ അല്ലേ, വരാന്തയിലേക്ക് ഇറങ്ങിയാ കൊല്ലാൻ മറക്കണ്ടട്ടോ. എന്നാ രണ്ടാളും ഗ്ലാസ് എടുത്തോളി, ചായ അങ്ങോട്ട് വെച്ചുതരാ. ആ, ഇന്നൊരു ടീമിന്റെ ആൾക്കാർ വന്നിരുന്നു. അവരുടെ ആൾക്കാരെ പിന്നെ അവരന്വേഷിക്കാതിരിക്കില്ലല്ലോ. ആ, എന്തെങ്കിലും പ്രശ്നമാവുകയാണെങ്കിൽ ഞാൻ പറയാം. വീട്ടുകാർ വരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ആ ശരി. രോഗികളൊക്കെ വന്നാൽ പിന്നെ മറ്റുള്ളവരും ശ്രദ്ധിക്കില്ലല്ലേ? എന്താടോ? നിന്നെ കാണാനാ ഞാൻ വരുന്നേ, അല്ല അങ്കിളിനെ കാണാനല്ല. തന്നോട് എത്ര തവണ പറയണം ഇതൊന്നും നടക്കില്ലാന്ന്? ഇതിലൊരു കാര്യമില്ലാന്ന് സാറിന് നേരത്തെ അറിയണതല്ലേ. സാറേ, ആ സിസ്റ്റർക്ക് കരാട്ടെ അറിയാട്ടോ. നടു വളയാതെ സൂക്ഷിച്ചാ സാറിന് നന്ന. തൽക്കാലം നമ്മളെ ഇതങ്ങോട്ട് വളർത്താ. ഇന്റെ കൂടെ പോരേട്ട് പോരി. ഒരാഴ്ച
ഒരാഴ്ചയായി ഏതെല്ലാം ആശുപത്രിയിൽ അന്നെ തെരഞ്ഞെടുക്കണ്. മോനെ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഉമ്മാന്റെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇനിയെങ്കിലും ഇമ്മാതിരി കുലുമാലിലൊന്നും പോയി ചാടരുത് കേട്ടോ. പോയവർക്ക് പോയി, അത്ര തന്നെ. ആൾക്കാരെ വെട്ടിക്കൊന്നിട്ടും സ്വയം പൊട്ടിത്തെറിച്ചിട്ടും കിട്ടുന്ന സ്വർഗമൊന്നും നമുക്ക് വേണ്ടടാ. ആരും ഉപദ്രവിക്കാതെ കിട്ടുന്ന സ്വർഗം ഉണ്ടെങ്കിൽ അത് മതി. ഇല്ലെങ്കിൽ പോട്ടടാ പുല്ല്. എന്റെ കുട്ടിക്ക് നല്ല ക്ഷീണമുണ്ട്. ഉമ്മ തൈരും ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഉമ്മാന്റെ കുട്ടി ഒന്ന് പതുക്കെ എണീറ്റാ. അല്ലാ, ഉമ്മാന്റെ കുട്ടീനെ ഉമ്മ കണ്ടില്ല കേട്ടോ. കഴിച്ചോ? തൈരും ചോറ്. മോന്റെ പേരെന്താ? ഗോപി. മോനിത് കഴിക്കി അങ്ങോട്ട് കഴിക്കി. ആർക്കെന്താ ചോറ് ഇഷ്ടല്ലേ? അങ്ങോട്ട് തുറക്ക്. മതി 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 മതിയാക്കി. അന്ന് സത്യത്തിൽ അവിടെ എന്താ സംഭവിച്ചത്? എന്റെ കൂട്ടുകാരനൊന്ന് വിളിച്ചോക്കായിരുന്ന? രണ്ടു കൂട്ടർക്കും നന്നായി പറ്റിയിട്ടുണ്ടെന്നാ കേട്ടെ. അതെങ്ങനെയാ? ദൈവത്തിന്റെ പേരും പറഞ്ഞ് പരസ്പരം തമ്മി തല്ലി ചാവാൻ നടക്കല്ലേ രണ്ടു കൂട്ടർ? ഞങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമാണ് വലുത്. അത് ശരിയാണ്. ഇരിക്കോ. വിശ്വസിച്ചാൽ ഫലം കിട്ടും. എങ്ങനെയാണെന്നറിയോ? കിട്ടുന്ന ഫലമൊക്കെ വിശ്വാസം കൊണ്ട് കിട്ടുന്നതാണ് എന്ന് വിശ്വസിക്കണം. ഇതിനൊന്നും നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കായലിലെ പായലില്ലേ, അടിവേരുകളില്ലാത്തവ എങ്ങോട്ട് തള്ളുന്നോ അങ്ങോട്ട് പോകും. അതാ നിങ്ങളുടെ അവസ്ഥ. ഞങ്ങളെ മതത്തിന്റെ വിശ്വാസത്തിന് തൊട്ട് കളിച്ചാൽ ഞങ്ങൾ വെറുതെ ഇരിക്കണമെന്നാണോ ഡോക്ടർ പറയുന്നത്? അവനവന്റെ മതം മാത്രം ശരിയെന്ന് വിശ്വസിക്കുന്നിടത്താ ഏറ്റവും വലിയ പ്രശ്നം. ഒരു വിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടു തരം ആളുകൾ വേണം. ബുദ്ധിമാനായ ഒരാളും വിഡ്ഢിയായ ഒരാളും. അതായത് പുരോഹിതനും അനുയായിയും. മണ്ടന്മാരായ ആളുകൾ ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം ഇതൊക്കെ നടക്കുമെന്ന് അവർക്കറിയാം. അങ്ങനെയൊന്നും പറഞ്ഞ് ഞങ്ങളെ കൊച്ചാക്കൊന്നും വേണ്ട ഡോക്ടറെ. ഞങ്ങൾക്ക് ശരിയൊന്നും ഒന്ന് ഞങ്ങൾ വിശ്വസിക്കും. രണ്ട് ശരികൾ ഒന്നിച്ചു വരില്ലല്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ വിഡ്ഢികളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ബുദ്ധിമാന്മാരുണ്ടാക്കുന്നതാ. ഒറ്റയ്ക്കാരും ചെയ്യാത്ത ദുഷ്കൃത്യങ്ങൾ ആൾക്കൂട്ടമാകുമ്പോൾ ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പരസ്പരം കൊല്ലാൻ ഞങ്ങളൊരു തടസ്സമാകുന്നില്ല, അല്ലേ സിസ്റ്ററെ? പിന്നെ വരാന്തയിലെത്തിയാൽ കുത്തി വളർത്തുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അത് നടക്കട്ടെ. രണ്ടെണ്ണത്തിനും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അകത്തേക്ക് കൊണ്ടുവന്നോളൂ. നമ്മുടെ കടമ അതാണല്ലോ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുക. മിക്കവാറും നാളെ തന്നെ ഡിസ്ചാർജ് ആവും രണ്ടുപേരും. അധികം തണുപ്പടിക്കണ്ട, താഴത്തേക്ക് പോരെ. മാഡം, നിങ്ങൾ പറഞ്ഞ കാര്യമൊക്കെ വെച്ച് ചിന്തിക്കുമ്പോൾ ഏതാ ശരി ഏതാ തെറ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ? നമ്മൾ വ്യത്യസ്ത മതങ്ങളിൽ ജനിക്കുന്നത് നമ്മളുടെ ഇഷ്ടം കൊണ്ടാണോ? അല്ലല്ലോ. അല്ല. ഒന്നും എഴുതാത്ത നോട്ട് ബുക്ക് പോലെയല്ലേ നമ്മളൊക്കെ ജനിച്ചു വീഴുമ്പോ. എടാ, ചെറുപ്പത്തിലെ നമ്മളെ അച്ഛനും അമ്മയും എന്ത് വിശ്വസിക്കണ് അതിൽ ഉറച്ച് നമ്മളങ്ങോട്ട് വിശ്വസിക്കും. അല്ലാതെ വേറൊന്നും ഇല്ലടോ അതിലൊന്നും. ആ വിശ്വാസം ഉറപ്പിക്കാൻ നമ്മളെ ഓരോ മതപഠനശാലയിലേക്കൊക്കെ അയക്കും, അത്രേ ഉള്ളൂ. ആ പ്രായത്തിൽ നമ്മുടെ മനസ്സിൽ കയറിക്കൂടിയ വിശ്വാസം അതെന്താണേലും എത്രയാണേലും
വലുതായ നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ കിടക്കും. അതാണ് ശരിയെന്ന് നമ്മളങ്ങ് ഉറപ്പിക്കും. എടാ ഒരു നേഴ്സ് വിചാരിച്ചാ മതി ചങ്ങായിയെ. ജനിച്ചു വീണ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടേ ഓരോ ജാതിയും മതവും ദൈവവും ഒക്കെ കുട്ടിച്ചോറൊക്കെ ആനക്കൊന്നും ഇഞ്ഞും നേരം വെളുത്തില്ല ചങ്ങായി. പാപ്പി, സോറി സിസ്റ്റർ. എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും 2 മതക്കാരാ. ഞാനങ്ങനെ പ്രത്യേകിച്ച് മതമൊന്നും പഠിച്ചിട്ടല്ല വളർന്നേ. വലുതായി അത്യാവശ്യം വിവരം വെക്കുമ്പോൾ ഏത് മതമാണോ ഇഷ്ടം അത് തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് ഏത് മതം എടുത്ത്? ഒരുപാട് പഠിക്കാൻ നിന്ന നല്ല കോമഡിയാ ചേട്ടന്മാരെ. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല അങ്കിളെ. ഞാൻ UK പോവാണ്. അതായിരിക്കും നല്ലത്. അതെ. എന്നാ ഞാൻ പോട്ടെ. പോവാ. ആ പോണ്ടേ? പോണം. പോവാം. ആ എത്താറായോ? 2 പേരല്ലേ? ആ വന്നോളൂ. എന്നാ പോയിട്ട് വരാം. അയ്യോ, പോയി വരാന്ന് ഇവിടെ മാത്രം പറയല്ലേ. ശരി, ഇനി എന്താ പരിപാടി? ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം കുറേ വിവരക്കേടാ. അതെന്നെ ആരൊക്കെയോ തലയിൽ കുത്തിവെച്ചത്. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലായിരുന്നെങ്കിൽ ശരീരത്തിൻ്റെ മുറിവ് മാത്രം ഉണങ്ങും. ഇവിടുന്ന് മനസ്സിൻ്റെ മുറിവ് കൂടെ ഉണങ്ങിയിട്ടാ പോണത്. ഏകം സത് വിപ്ര ബഹുതാപതന്തി എന്ന് കേട്ടിട്ടുണ്ടോ? സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ. പലരും അതിനെ പല പേര് ചൊല്ലി വിളിക്കുന്നു എന്ന് മാത്രം. അത്രയേ ഉള്ളൂ കാര്യം. സാറേ, ആ വെട്ടിക്കുന്നത്ത് വീണ്ടും സംഘർഷം തുടങ്ങി. ആ അതൊക്കെ അറിഞ്ഞു പാപ്പി.